ചരിത്രപ്രസിദ്ധമായ മസ്ജിദുകളിലൊന്നാണ് കോഴിക്കോട് കണ്ണംപറമ്പ് ജുമാ മസ്ജിദ്. മുഖദാർ ബീച്ചിന് സമീപം 13 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശ്മശാനങ്ങളിലൊന്നാണ് കണ്ണംപറമ്പ്. 10,000 അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാന് കേരളീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ആ മസ്ജിദിന്റെ വിശേഷങ്ങളാണ് ദൈവമേ കൈതൊഴ. കോഴിക്കോട് നഗരത്തിലെ കുറ്റിച്ചിറ തെക്കേപ്പുറം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ആരാധനാലയമാണ് കണ്ണംപറമ്പ് ജുമാ മസ്ജിദ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ മസ്ജിദിന്. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ശ്മശാനങ്ങളിലൊന്നായ കണ്ണംപറമ്പ് ഖബർസ്ഥാനോട് ചേർന്നാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കാലഘട്ടം. മലബാറിൽ കോളറ പടർന്നു പിടിക്കുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തു. മരണപ്പെട്ടവരിൽ അധികവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. നഗരത്തിലെ മുസ്ലിം പള്ളികളിൽ എണ്ണമറ്റ മയ്യത്തുകൾ ഖബറടക്കുന്നത് പ്രയാസമായി. അതിനു പരിഹാരമായി കണ്ണംപറമ്പ് മുസ്ലിം സമുദായത്തിനായുള്ള ശ്മശാനമായി വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർക്കാർ സ്ഥലം ഏറ്റെടുത്തു. എന്നാൽ കോളറയുടെ തീവ്രത കുറഞ്ഞ് പിന്നീട് അനാഥ മയ്യത്തുകൾ മാത്രം സംസ്കരിക്കുന്ന ശ്മശാനമായി കണ്ണംപറമ്പ് മാറി. 13 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശ്മശാനങ്ങളിൽ ഒന്നാണ് കണ്ണംപറമ്പ്. ഇന്നിപ്പം കണ്ണംപറമ്പ് സ്പെഷ്യൽ ഖബർസ്ഥാന് മുമ്പ് 15 ഏക്കർ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അതിൽ 2 ഏക്കറോളം കടലെടുത്തു പോയി, പടിഞ്ഞാറ് ഭാഗത്ത് കടലെടുത്തു പോയി. ഇപ്പം 13 ഏക്കറ ഭൂമിയുണ്ട്. കോറ്റിയാജി ദാനം ചെയ്തതിന് ശേഷം അത് അനുകരിച്ചും കൊണ്ട് അതിൻ്റെ തൊട്ടുള്ള ആളുകളും ഖബർസ്ഥാനിക്ക് വേണ്ടി ദാനം ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ശ്മശാനമാണ് കണ്ണംപറമ്പ് ശ്മശാനം. 1890 കാലഘട്ടത്തിൽ കോളറ വീണ്ടും നാശം വിതച്ചപ്പോൾ നഗരമധ്യത്തിലെ മുസ്ലിം പള്ളികളിൽ മയ്യത്ത് ഖബറടക്കാൻ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. പിന്നീട് കോളറ മൂലം മരണപ്പെടുന്ന മാപ്പിള സമുദായത്തിലെ ആളുകൾ മൃതദേഹങ്ങൾ കണ്ണംപറമ്പിൽ മാത്രമാണ് ഖബറടക്കിയത്. നിപയും കോവിഡും ബാധിച്ച് മരിച്ച മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയും ഇവിടെയാണ് ഖബറടക്കിയത്. സ്വാതന്ത്ര്യ സമര സേനാനി ഇ മൊയ്തു മൗലവി സാഹിബ്, പ്രശസ്ത നടൻ മാമുക്കോയ, പ്രശസ്ത ഗായകൻ കോഴിക്കോട് അബ്ദുൽ ഖാദർ തുടങ്ങി പ്രമുഖ വ്യക്തികളുടെ ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതും ഈ പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിലാണ്. കുടുംബങ്ങൾ അവകാശപ്പെടാത്തതോ തിരിച്ചറിയപ്പെടാത്തതോ ആയ നിരവധി മൃതദേഹങ്ങൾ ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.